ഇന്നത്തെ സീനിയർ ഹോം മിനിസ്റ്റേഴ്സിൽ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആശ ഫ്രം കോഴിക്കോട്. കോഴിക്കോട് എവിടെ സ്ഥലം? കോഴിക്കോട് കൊടുവള്ളി തൊട്ടടുത്ത കിഴക്കോത്ത് എന്നൊരു പഞ്ചായത്താണ്. അപ്പം അറിയാത്തതുകൊണ്ടാണ് കൊടുവള്ളി എന്ന് പറയുന്നത്. കൊടുവള്ളി ഓക്കെയാണ്. അതെ അതെ. കൊടുവള്ളി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഈ പറഞ്ഞ പഞ്ചായത്ത് എനിക്കറിയില്ല. എന്ത് ചെയ്യുന്നു? ഞാനവിടെ മൃഗവകുപ്പിൽ കേരള സ്ക്വാഡ് പദ്ധതിയിൽ ഒരു കോഴിയുടെ മൊത്തം കോഴിയുടെ പഠനമായിട്ട് അതിനകത്ത് ചെറിയ ജോലിയുണ്ട്. 26 വർഷമായി. പക്ഷികളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രം. ഗവേഷണം ഇല്ല സാറേ, ഞാൻ ഡോക്ടർ കീഴിൽ ചെറിയൊരു ജീവനക്കാരി മാത്രം. അതിന്റെ ആ കേന്ദ്രത്തിലെ ഡോക്ടറിന്റെ കീഴിലുള്ള ജീവനക്കാരി മാത്രമാണ് പക്ഷികളെ കുറിച്ച് പഠിക്കുന്നത്. എനിക്ക് ഭയങ്കര ആ ശാസ്ത്രത്തിന്റെ ശാഖയ്ക്ക് എന്താണ് പേരെന്ന് അറിയാമോ? അതിന് ഇംഗ്ലീഷിൽ പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതിന് ഒരു പ്രത്യേക പേരുണ്ട്. പക്ഷിശാസ്ത്രം ഞാൻ തത്തയെ കൊണ്ട് ചീട്ടെടുത്തിട്ട് ഭാവി പറയുന്ന പരിപാടിയാണ്. ഞങ്ങൾ തുടക്കത്തിൽ സാറേ ഞാൻ മൃഗാശുപത്രി ഡോക്ടർ കേരള സ്ക്വാഡ് പദ്ധതിയിൽ കോഴികളായിരുന്നു തുടക്കം. പിന്നെ എൻ്റെ മുടുക്കൊണ്ട് ഞാൻ ലവ് പ്രാവ് എല്ലാം ഡോക്ടറോട് ഇങ്ങനെ നമ്മൾ പറയല്ലോ. അപ്പം പക്ഷിപ്പനി കേരളം ഒട്ടുകം പ്രശ്നമായിരുന്നായിരുന്നല്ലോ. അന്നേരം കേരളത്തിൽ ഈ ഞങ്ങളെ എല്ലാ ജില്ലയിലും ഇതില് പരാജയപ്പെട്ടു. പക്ഷെ ഞങ്ങളിതില് ഞാൻ മാത്രം ഇതിനകത്ത് വളരെ പനി മാറ്റുന്നതിൽ ചേച്ചി മാത്രം വിജയിച്ചു. 100 വട്ടം സന്തോഷത്തോടെ പറയാ. അതിന്റെ പേര് ഓർണിത്തോളജി എന്നാണ്. സ്റ്റാമ്പ് കളക്ഷൻ എന്താ പേര്? എളുപ്പമല്ല, അതറിയാം. ഫിലാറ്റലി. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നു. അടുത്ത ആളെ വിളി. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് പാലക്കാട് നിന്നും ദിനേശ് ബാബു. എന്ത് ചെയ്യുന്നു ചേട്ടാ? ചേട്ടൻ ഞാൻ സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് നമ്മൾ ഈ വ്യാജമദ്യമൊക്കെ പിടിക്കുന്ന അല്ല, വ്യാജമദ്യം സ്റ്റേറ്റ് എക്സൈസിന്റെ സബ്ജക്റ്റ് ആണ്. മദ്യത്തിൽ സെൻട്രൽ ഗവൺമെന്റിന് ഒരു പങ്കുമില്ല. അപ്പൊ സെൻട്രൽ എക്സൈസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? സെൻട്രൽ എക്സൈസ് മദ്യം ഒഴികെ എല്ലാ സാധനങ്ങളിലും ഉൽപാദനത്തിൽ, അതായത് ടാക്സ് ഓൺ മാനുഫാക്ചറിങ്, എല്ലാ സാധനങ്ങളും സേഫ്റ്റി പെന്നി മുതൽ ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന എല്ലാ സാധനത്തിലും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് സെൻട്രൽ എക്സൈസ് കസ്റ്റം സർവീസ് ടാക്സ്. ചേട്ടൻ ഇവിടെ ചെക്ക് ചെയ്യാനൊന്നും വന്നല്ലോ. അത് പിന്നെ പറയാം. കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ ഔട്ട് എന്ന് പറയുമ്പോൾ പുള്ളി പോക്കറ്റിൽ നിന്ന് ഒരു വിലക്കെടുത്തിട്ട് എന്തൊരു ടെസ്റ്റ് ആയിരിക്കുമല്ലോ. ഞാൻ അത് ഈയിടെ പറഞ്ഞ് അറം പറ്റുന്നുണ്ട്, എന്തൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഇനി എത്ര വർഷം കൂടെ സർവീസ് ഉണ്ട്? 9 വർഷം കൂടെ ഉണ്ട്. ഏതെങ്കിലും സീരിയസ് ആയ കേസുകളൊക്കെ ഈ പ്രമാദമായ ജീവിതത്തിനിടയിൽ പിടിക്കാനൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇന്റലിജൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2014 വരെ അറൗണ്ട് ഏകദേശം 70 കിലോ സ്വർണം വരെ പിടിച്ചിട്ടുണ്ട്. അതായത് സ്മഗ്ലിങ്ങിന്റെ. എയർപോർട്ടിൽ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്നതല്ല, അത് ഇത് പിടിച്ച ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അതിൽ ഏറ്റവും രസകരമായ സംഭവം, അതിൽ ആ 70 കിലോ ഏകദേശം പിടിച്ചതിൽ ഏകദേശം 65 കിലോ ഇവരുടെ നാട്ടിലെ ആൾക്കാരായിരുന്നു. കൊടുവള്ളി. കൊടുവള്ളിയാണ് ഇതിന് വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ സ്ഥലമാണ്. ഇൻഫാക്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജ്വല്ലറിയുള്ള സ്ഥലമാണ് കൊടുവള്ളി എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറി, കാരണം അത്രയും വളരെ ചെറിയ ടൗൺ ആണെങ്കിലും കംപ്ലീറ്റ് ജ്വല്ലറികളാണ്. എനിക്ക് സ്വർണ്ണക്കടത്തിനെ കുറിച്ചൊക്കെ കുറെ ഈ എപ്പിസോഡിൽ പഠിക്കാനായിട്ട് ഒരുപാട്. ദിനേശൻ എന്നാണ് പേര്. പുള്ളി സിനിമ കാണാൻ പോയിട്ട് 3 പ്രാവശ്യം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതറിയാവോ? തിയേറ്ററിൽ കയറിയിരിക്കും, മോഹൻലാൽ സ്ക്രീനിൽ വന്നിട്ട് നീ പോ മോനെ ദിനേശൻ എന്ന് പറയും. പുള്ളി അഭിമാനിയാ, ഇറങ്ങിപ്പോരും. 6 പ്രാവശ്യം കണ്ട് ഒരേ സിനിമ തന്നെ കാണാൻ കയറിയിട്ടുള്ള ആളാണ്. അടുത്ത ആളെ വിളിക്കും. നമ്മുടെ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് തൃശ്ശൂരിൽ നിന്നും ഉഷ. ഇതിനു മുമ്പ് ജീവിതത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ കൈ വീശി കാണിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് കൈ വീശി കാണിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു അനുഭവം എന്താണ്? പണ്ട് MGR, ശിവാജി ഗണേശൻ, ഇപ്പോഴും പല വലിയ വലിയ താരങ്ങൾ വരുന്നൊരു വരവാണത്. ആ അനുഭവം എങ്ങനെയുണ്ട്? കൈ വീശി വന്നിട്ട് നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു സന്തോഷമായി അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മോടെ കല്യാണം കഴിഞ്ഞ് മോനുണ്ട്. ഹസ്ബൻഡ് മരിച്ചുപോയി. ഹസ്ബൻഡിന്റെ ഒരു സിസ്റ്റർ ഉണ്ട്. മോൻ എന്ത് ചെയ്യുന്നു? മോൻ ബിടെക് കഴിഞ്ഞിട്ട് കിൻഫ്രയിൽ വർക്ക് ചെയ്യണം. കിൻഫ്ര പാർക്കിൽ. മോൾക്ക് ജോലിയുണ്ടോ? TCS വർക്ക് ചെയ്യണം. TV എത്ര മണിക്കൂർ ഒരു ദിവസം കാണും? ഒരു 3-4. 4 മണിക്കൂർ. അങ്ങനെയാണ് 3 മണിക്കൂർ ആവറേജ് കണ്ടാൽ പോലും ഒരാഴ്ചയിൽ 3-7-21, അതായത് 21 മണിക്കൂർ ഒരാഴ്ചയിൽ. അങ്ങനെ നോക്കിയാൽ ഒരാഴ്ചയിൽ ഒരു ദിവസം മുഴുവൻ 3 മണിക്കൂറും കഴിഞ്ഞ് ഒരാഴ്ചയിൽ ഒരു ദിവസം മുഴുവൻ TV കാണുന്ന ഒരാളാണ്. അല്ലെങ്കിലും അങ്ങനെയുള്ളവരാണ് ഞങ്ങളുടെ പരിപാടികളിലേക്ക് കൂടുതലായിട്ടും വരാറുള്ളത്. TV ഇനിയും കാണുക, ഈ പരിപാടി കാണുക. ഏതുവരെ പഠിച്ചു എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? BA
BA വരെ അന്ന് കാലത്ത് പഠിച്ച ആളാ. അത് ജോലിക്ക് വരുന്നു അപ്പൊ? ഇല്ല. അന്ന് കാലത്ത് BA പഠിച്ച ശേഷം സ്വസ്ഥമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പോയി. അടുത്ത ആളെ വിളിക്കൂ. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ആലപ്പുഴയിൽ നിന്നും മോഹനകുമാർ. മോഹൻകുമാർ സാർ എന്ത് ചെയ്യുകയായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്യുന്നു, വിശദവിവരങ്ങളൊന്ന് ചെറുതായിട്ട് പറഞ്ഞേ. ഞാൻ ഡൽഹിക്ക് അടുത്ത ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പേപ്പർ പ്ലാന്റിൽ ജോലി ചെയ്തു. ഫരീദാബാദിൽ പേപ്പർ പ്ലാന്റിൽ ജോലി ചെയ്യുമായിരുന്നു. അതിനുശേഷം VRS ഇട്ട് അത് അടച്ചു കൂട്ടി. VRS എടുക്കുകയാണോ, പെൻഷൻ പറ്റുകയാണോ? പെൻഷൻ പറ്റിയതല്ല, കമ്പനി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് മാനേജ്മെന്റ് കൂട്ടി. അതെ, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പേപ്പർ ഇറക്കുമതി തുടങ്ങിയതോടുകൂടി പേപ്പർ മേഖല കൂട്ടിയൊന്നുമല്ല, അവിടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് അത് പൂട്ടി. ഇതവരെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. കേക്കട്ടെ, കേട്ടാലെന്തോ അല്ല. ഇപ്പൊ ഇരിക്കുന്ന ബിജു പട്നായിക്കും പ്രേം പട്നായിക്കും അവരെ അത് നടത്തിക്കൊണ്ടിരുന്ന. അതുമല്ല, നമ്മൾ സത്യം പറയുമ്പോൾ ഒരാൾ കേൾക്കുമോ എന്നുള്ള പേടിയോട് പറയുന്നിട്ട് കാര്യമില്ല. സത്യാവസ്ഥ പറയും. ഇവരൊക്കെ കള്ളം വരെ ഭയങ്കര മനോധൈര്യത്തോട് പറയുന്ന ആൾക്കാരാണ്. പിന്നെ സത്യം പറയുന്നത് നമ്മളെ തിരുത്താൻ വരുന്നത്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. വെറുതെ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത്. ഒരു സ്പോർട്സ് സംബന്ധിയായ ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുള്ള മത്സരം ഏതാണ്? ആഗസ്റ്റ് 13 നടന്നത് വള്ളംകളി. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരൊറ്റ ടീമിൽ ഏറ്റവും കൂടുതൽ കണ്ടസ്റ്റൻസ് മത്സരിക്കുന്നത് വള്ളംകളിയിലാണ്. വേറെ ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന ഒരു സ്പോർട്സ് ഇനം ഈ ലോകത്ത് വേറെ എവിടെയില്ല. ആലപ്പുഴയ്ക്ക് നമ്മുടെ കേരളത്തിൽ വേറെ പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ സൈക്കിളുകളുള്ള ജില്ല ആലപ്പുഴയാണ്. കാരണം ആലപ്പുഴയിൽ കയറ്റം, ഇറക്കം, മല ഒക്കെ കുറവാണ്. ആലപ്പുഴ ജില്ല വളരെ സമതലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ സൈക്കിളുള്ള ആലപ്പുഴ പല കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും പലരും പല രീതിയിൽ ജോലി ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ കൈമുതലായിട്ടുള്ളവരാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ മത്സരിക്കാൻ എത്തുന്നത്. ഇവരുടെ ജീവിതാനുഭവങ്ങളാണോ, വിദ്യാഭ്യാസമാണോ, പ്രവൃത്തി പരിചയമാണോ, ഭാഗ്യമാണോ ഇവരെ മുന്നിലേക്ക് എത്തിക്കുന്ന അറിയുന്നതിന് മുമ്പ് ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. തീർന്നിട്ടില്ല, ഇന്നത്തവണ തെറ്റിയതല്ല, സീരിയസ് ആയിട്ട്. ഇല്ലില്ല, തെറിയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. അടുത്ത ആള് വരട്ടെ. തൃശ്ശൂരിൽ നിന്നും സത്യഭാമ. മാഡം എന്ത് ചെയ്യുകയായിരുന്നു, എന്ത് ചെയ്യുന്നു, എന്തുവരെ പഠിച്ചു, വിശദവിവരങ്ങളൊക്കെ ഒന്ന് പറയൂ. ഞാനിപ്പോൾ വയനാടുള്ള ഒരു റിസോർട്ടിന്റെ റിസർവേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യണം, കൊച്ചിയിലെ ഓഫീസ്. വയനാടുള്ള റിസോർട്ടിന്റെ റിസർവേഷൻ മാനേജർ, അവിടെ റൂം റിസർവ് ചെയ്യണമെങ്കിൽ മാഡത്തിനാണ് വിളിക്കേണ്ടത്. അതെ, അങ്ങനെയാണ് ഇത് നടക്കുന്നത്. അവിടെ ഒരു ദിവസം ഒരു മുറിക്ക് എത്ര രൂപയൊക്കെ വരുന്നുണ്ട്? 4500 മിനിമം. 4500 പ്ലസ് ടാക്സും കൂടെ വരൂല്ലേ? അത് ചിലപ്പോൾ ടാക്സ് വേവ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട്. ഇൻകം ടാക്സ് അല്ല, നിങ്ങൾ തമ്മിൽ അതിലൊരു തീരുമാനത്തിന് എത്രയും പെട്ടെന്ന് എത്തണം. അത് ഡിസ്കൗണ്ട് ചോദിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കല്ല, വാങ്ങിക്കുന്ന പൈസ ഇൻക്ലൂഡിംഗ് ടാക്സ് ആയിട്ട് കണക്കാക്കണം, കുറച്ച് കൊടുക്കണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് ഇതിനെ കുറിച്ച് നമ്മൾ ബികോമിൽ ആദ്യം പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ. അവിടെ ഒരു മുറി നമ്മൾ ഈ ഒരു പരിചയം വെച്ച് ഞാൻ ബുക്ക് ചെയ്യാൻ വന്നാൽ എനിക്ക് 4500 രൂപയുടെ മുറി ഏതെങ്കിലുമൊക്കെ സാധിച്ചിട്ട് 2500-3000 രൂപയ്ക്ക് കിട്ടുമോ? നമ്മൾ 5 മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ മത്സരത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത്. തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ ഇതിലേതെങ്കിലും ഒരാൾ ഇവിടെ നിന്നും ഔട്ടായി പോകുന്നത് ഈ മത്സരത്തിന്റെ മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകതയാണ്. 4 പോഡിയങ്ങളാണുള്ളത്. നിങ്ങളിൽ നിന്നും 4 പേരുടെ മത്സരിക്കുള്ള ഒരാൾ പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബാക്കിലേക്ക് വന്നിട്ട് ഓക്കെ സൈറ്റുകൾ കൊടുത്തോളൂ. നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരെയാണ് ഔട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നമ്പറാണ് ഇതിൽ എഴുതേണ്ടത്. ഒരു നമ്പർ നിങ്ങൾ എഴുതിക്കോളൂ. സാറിനെ ഇപ്പോൾ ഒരാൾ ഔട്ടാക്കണ്ട എന്നാണ് സാർ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? സാറിനെ എന്തുകൊണ്ട് ആഗ്രഹം കൊണ്ട് തന്നെ പറ്റും. എല്ലാവർക്കും അങ്ങനെയുള്ള ആഗ്രഹം തന്നെയാണ്. എല്ലാവരും ഏതാണ്ട് അതേ ആഗ്രഹം തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് നോക്കണ്ട, തിരിച്ചു പിടിക്കുക. ഇത് ഭീകരാവസ്ഥയാണ്. ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞാൽ ഓരോരുത്തരുടെ വിവരം, വിദ്യാഭ്യാസം, ജോലിയൊക്കെ നോക്കിയിട്ട് ഇവർ സംഘടിതമായിട്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗൂഢാലോചനയാണ്. ഞാൻ ആകെപ്പാടെ എന്തുകൊണ്ട് പുറത്താകണ്ടെന്ന് എന്റെ ആകാംക്ഷ കൊണ്ട് ചോദിച്ചതും അവരോട് തന്നെയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ വസ്തു. സാറൊന്ന് ഇറങ്ങി സാറേ. അല്ല സാറല്ല,
സാറ് ഈ മറ്റേ സാറൊന്ന് ഇറങ്ങിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. അറിയാം. ഏ ആ എന്തായാലും CBI വരുന്നുണ്ട് മാറാട് കേസ്. ഈ ഗൂഢാലോചന ഇന്നലെ രാത്രിയെ തുടങ്ങിയ ഗൂഢാലോചനയാണ്. അപ്പൊ ആ ഗൂഢാലോചന ഇതിലെ പര്യവസാനിക്കൂ എന്ന് ഞാൻ ഉച്ചക്കേ കരുതിയിരുന്നു. അതുകൊണ്ട് ഈ അന്വേഷണവും CBI ഏൽപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ ഇത് CBI ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവര് ചെയ്ത ഈ ഒരു കാര്യം പൊട്ടൻഷ്യൽ ത്രെറ്റ്, എനിക്കെതിരെ വരുന്ന ആള് വളരെ ശക്തനാണ് എന്നറിയുമ്പോൾ ഞാൻ അതിന് എന്റെ വിജയമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത് തീർച്ചയായിട്ടും. കാരണം അവരെല്ലാം ജയിക്കുന്നതിന് മുമ്പ് ഞാൻ ജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ 1 ലക്ഷം രൂപയുടെ സാധനത്തെക്കാളും എത്രയോ വലുതാണ് എന്നെ അവരൊരു പൊട്ടൻഷ്യൽ ത്രെട്ടായി കണക്കാക്കി എന്നുള്ളത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമില്ല. ഈ സാധനങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെതായ മൂല്യമുണ്ട്. കാരണം നമ്മൾ മത്സരിച്ച് നേടുന്നതാണ്. എങ്കിലും ഒരു മത്സരത്തിൽ വരാൻ കഴിഞ്ഞു, പങ്കെടുക്കാൻ കഴിഞ്ഞു, അത് തന്നെ വലിയ കാര്യമാണ്. അവരെന്നെ ത്രെട്ടായി കണക്കാക്കി. അത് എനിക്ക് വളരെ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപാട് മദർ തെരേസയാണെന്നൊക്കെ പറയുമായിരിക്കും പിഷാരടി. പക്ഷെ അതുകൊണ്ടല്ല. പക്ഷെ എന്തായാലും എന്നെ അങ്ങനെ ഒരു ത്രെട്ടായിട്ട് കണ്ടു എന്നുള്ളത് ഞാനൊരു അംഗീകാരമായിട്ട് കൊടുക്കുന്നു. അത്ര സാറിനുള്ള സമ്മാനങ്ങൾ കൊടുക്കൂ.